ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 59ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഹെയർ പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹെയർ പാക്ക് കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്ത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഹെൽത്ത് വൈസ് ഞാൻ അത്ര ഓക്കെ അല്ല, അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഒരു ദിവസം ഞാൻ ഹെയർ പാക്കോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാത്തത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് 57ാമത്തെ ദിവസത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസവും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു ഹെയർ പാക്ക് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കണ്ട് അതുപോലെ ചെയ്തിട്ടുള്ള ആൾക്കാർ, അതായത് ഈ ഒരു ചലഞ്ച് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്ങനെയാണ് ആ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കേണ്ടത്, അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ. ഇനി പുതിയതായിട്ട് ഒരാൾ കാണുന്ന ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചലഞ്ചിൻ്റെ ഫസ്റ്റ് വീഡിയോ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പം കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് 57ാമത്തെ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു ഹെയർ പാക്കിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നെല്ലിക്കയും കറിവേപ്പിലയും കൂടിയിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ ആ ഒരു പാക്ക് ഏതൊക്കെ തരത്തിൽ ഉണ്ടാക്കി എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം, എത്ര ടൈം വെച്ചേക്കണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്യൂട്ടെ ഈ ഒരു ദിവസത്തെ ഇതിലും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വേറെ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ കൂടുതലും പറഞ്ഞിട്ട് അങ്ങോട്ട് വലിച്ചു നീട്ടുന്നേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ ബോറടിക്കൂട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങൾ ഫുള്ളായിട്ട് ആ ഒരു ഹെയർ പാക്കിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്യൂ കേട്ടോ. അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നാളത്തെ ദിവസം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ നിങ്ങൾ ഈ ഒരു ദിവസം നൈറ്റ് ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങളിപ്പോൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്തു എന്ന് വെച്ചോ, നൈറ്റ് നിങ്ങൾ ഓയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് നൈറ്റിൽ നിങ്ങൾക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പ്രശ്നമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഓയിലൊന്ന് ചൂടാക്കിയിട്ട് സ്കാൽപ്പിൽ മാത്രം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിറ്റേ ദിവസം മുടിയുടെ ലെങ്തിലേക്കും കൂടി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. നാളത്തെ ദിവസം നിങ്ങൾ ഷാമ്പോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യില്ല. നാളെ വേറെ ഹെയർ പാക്ക് കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന് നൈറ്റ് നിങ്ങൾക്ക് ഓയിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നാളത്തെ ദിവസം രാവിലെയോ നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുക ആ ഒരു നേരം ഓയിൽ സ്കാൽപ്പിലേക്കും മുടിയിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒരു 30 മിനിറ്റ് 1 അവർ വരെ വെച്ചേക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. നാളത്തെ ദിവസം ഷാമ്പോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ. വേറെ ഹെയർ പാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിൻ്റെ അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം നമുക്കിനി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോയിൽ. അപ്പം എല്ലാവരും ചലഞ്ച് എടുക്കുന്ന എല്ലാ ആൾക്കാരും ഈ ഒരു ദിവസം കഴിഞ്ഞ ആ ഒരു ഡേയിൽ ഹെയർ പാക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മുടിയൊക്കെ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞ് വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അതുപോലെ മുടി നന്നായിട്ട് കഴുകിയെടുത്ത് സെറ്റായിട്ടൊക്കെ ഇരിക്കും. നൈറ്റ് നിങ്ങൾ ഓയിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നൈറ്റ് ഓയിൽ ചെയ്യും, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു ചലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ, ഈ ഒരു ചലഞ്ച് എടുക്കുന്നെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ തൊട്ട് തന്നെ ഈ ഒരു ചലഞ്ചിൻ്റെ കാണണം കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് ഈ ഒരു ചലഞ്ച് പോകുന്നത് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ഇതിൽ ഓരോ കാര്യങ്ങളൊക്കെ വരുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റത്തെ വീഡിയോ കണ്ടാലാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഡേ 1 തൊട്ട് കാണും കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതായത് 61ാമത്തെ ദിവസത്തെ ഹെയർ പാക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.